ഇവിടുത്തെ ഫെൻസിങ്ങും അല്ലെങ്കിൽ ട്രെഞ്ച് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ട്രെഞ്ച് ഉണ്ട്. ട്രെഞ്ച് കുഴിച്ചത് മൊത്തം തൂർന്നു പോയി, അതായത് വെള്ളവും ഇതൊക്കെ ആയിട്ട്. അതായത് ഈ വെട്ടുകല്ലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ ട്രെഞ്ചിന് പോസിബിൾ അല്ലു. മനസ്സിലായി, അതും ഇടിയാതിരിക്കുള്ളൂ. ബാക്കി എല്ലാ കൊല്ലവും ഓരോ മഴ പെയ്യുമ്പോഴും ഇത് ഇടിഞ്ഞിടിഞ്ഞ് ഇപ്പൊ അതിലേ കൂടെയാണ് ആന കയറി വരുന്നത്. അത് മഴക്കാലത്ത് ഈ ട്രെഞ്ചിൽ കിടക്കുന്ന വെള്ളം വരെ ആനയ്ക്ക് ഇപ്പൊ കുടിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്, അല്ലാതെ വേറെ ട്രെഞ്ച് കൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല. പിന്നെ എർത്ത് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, അത് ആനയ്ക്ക് സ്ഥിരമായിട്ട് അറിയാം. അതിനകത്ത് എർത്ത് കിട്ടുന്ന അറിയാം. ആന നേരത്തെ വരുന്നു, ഒരു കമ്പ് എടുക്കുന്നു, അതിനകത്ത് ഇട്ട് പൊട്ടിക്കുന്നു, ആന സുഖമായിട്ട്. അതായത് ഒരു എർത്തിലെ ഒരു പോസ്റ്റാണ് ഇന്ന് വളയ്ക്കുന്നതെങ്കിൽ നാളെയും അതേ പോസ്റ്റ് അവർ വളയ്ക്കും. മീൻസ് അവർക്ക് അറിയാതെ എങ്ങനെ വളച്ച് താഴെ ഇടുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ദിവസവും ഇത് മാറ്റി വിടലാണ് ഇവരുടെ പണി. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും അതിന്റെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. അതായത് കൃത്യമായിട്ട് ഇപ്പൊ ആനയെ കൊല്ലാനുള്ള നിയമങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആക്രമണകാരിയായിട്ടുള്ള ആനയെ കൊല്ലാനുള്ള നിയമം ഉണ്ടായിരിക്കെ തന്നെ അത് നടപ്പിലാക്കുന്നില്ല. അതാണ് സത്യം. അല്ലാതെ വേറെ അല്ല, നിയമങ്ങളെല്ലാം പറയുമ്പോ ഉണ്ടെങ്കിൽ പോലും ഒന്നും നടപ്പിലാക്കുന്നില്ല. ഇപ്പൊ 2 പേരെ മരിച്ചു. ആന ഇപ്പോഴും ഫോറസ്റ്റുകാരെ പോലും ഓടിച്ചിട്ട് അവര് രക്ഷപ്പെട്ടാണ്. എന്നിട്ടും അതിന്റെ നടപടികൾ ഇല്ല. ഇനിയിപ്പോ നാളെ ഒരു മരണം ഉണ്ടാവാൻ വേണ്ടി എത്തിരിക്കുക. നാളെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ അന്ന് പ്രശ്നം ഉണ്ടാവും. MLA വരും, മന്ത്രി വരും, എല്ലാവരും കൂടി അന്ന് ഭയങ്കര എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. 2 ദിവസം കഴിയുന്നു, അത് കഴിയുന്നു. 5 ലക്ഷം കുടുംബത്തിലേക്ക് മരിച്ചു, അത് കഴിഞ്ഞു. ഒരു താൽക്കാലിക ജോലി, ഇത്രേ ഉള്ളൂ. ഇതേ ഇവിടുത്തെ പരിഹാരം. അത് കേരളത്തിൽ ഇപ്പോ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട്. അപ്പൊ പന്നി ആയിക്കോട്ടെ, പാമ്പായിക്കോട്ടെ. ഇപ്പൊ കാട്ടുപന്നിയൊക്കെ ടൗണിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരെ ആക്സിഡന്റ് ആയി മരിക്കുക കാട്ടുപന്നി കൊണ്ട്. തട്ടിയിട്ട് നമ്മൾ മരിച്ചില്ലെങ്കിൽ നമ്മുടെ പേര്. അതെ. ഞാനിപ്പോ ഈ ഇടയ്ക്ക് വരുമ്പോ കൊരങ്ങനാണ് ചാടിയിട്ട് 2 പേര് വീണത്. അപ്പോൾ കൊരങ്ങന്മാരൊക്കെ ഇപ്പൊ ടൗണിലാണ് ജീവിക്കുന്നത്. ആ ഒരു കാട്ടുമൃഗങ്ങളല്ലാത്ത ഒരു അവസ്ഥയിലേക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കാട്ടുമൃഗത്തിന് നമുക്ക് ഒരു പരിഹാരം ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഓരോ ദിവസം കൂടുന്നവരും ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങൾക്കൊന്നും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൃഷി നടത്താൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം രാത്രി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വണ്ടിയെ വിളിച്ചാൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ.